ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DePaul ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. നിലമ്പൂരിലെ വികസനം BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ മാത്രമേ നടക്കൂ എന്ന പ്രസ്താവന. കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? നിലമ്പൂരിൽ വികസനം നടക്കാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ വിമർശനം ഉയരുന്നു. ന്യൂനപക്ഷ സമുദായം എന്നുള്ളൊരു പരിഗണനയൊന്നും NDA സംബന്ധിച്ചില്ല. ഞങ്ങൾ ഭൂരിപക്ഷത്തിനെ മത്സരിപ്പിക്കും, ന്യൂനപക്ഷത്തിനെ മത്സരിപ്പിക്കും. അത് ഭൂരിപക്ഷത്തിനെയും ന്യൂനപക്ഷത്തിനെയും പരിഗണിച്ചുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ മോഹൻ ജോർജ് മാത്രമൊന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസും LDF അതുപോലെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങളെയും മത്സരിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ നേരത്തെ ഉന്നയിച്ച ആരോപണം പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ മാത്രം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂരിപക്ഷങ്ങൾ ജയിച്ച നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞുകൊണ്ടാ? അതെന്തുകൊണ്ടാണ് ജയിക്കാത്തത്? എങ്ങനെ? ഓക്കെ, ഞാൻ 1982 ശേഷം മത്സരിച്ച ആളുകൾ എന്ന് പറയാം. അതിനുശേഷം സമൂലമായ ധ്രുവീകരണം അവർ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അവർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. അവരത് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു കാര്യം പറയാം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി ധാരണ ഉണ്ടാക്കിയാണ് ആര്യാടൻ മുഹമ്മദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം സജീവമായി പങ്കെടുത്തതിൻ്റെ രേഖകൾ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെന്താ സംശയം? പുറത്തു വിടാം. അടുത്ത വരട്ടെ, ഇലക്ഷൻ്റെ തലോസം ഞങ്ങൾ വിടാം. അവർ ഇപ്പോഴും ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു ആര്യാടൻ ഷൗക്കത്ത് തന്നെയല്ലേ? സംബന്ധിച്ചിടത്തോളം ആ പാപ്പായുടെ അതേ നിലപാടാണ് ഞങ്ങൾ മനസ്സിലാക്കി. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആരോപണം പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും തള്ളി പറയാൻ ഇവിടുത്തെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ മറ്റന്നാളാവട്ടെ, തെരഞ്ഞെടുപ്പിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ തള്ളി പറയുന്നു. അതിന് ഞങ്ങളെ കോൺഗ്രസിന് അതിന് വിരുദ്ധമാണ്, UDFന് വിരുദ്ധമാണെന്ന് നാളെ പറയാൻ ഞങ്ങൾ UDFനെ വെല്ലുവിളിക്കുന്നു. അതാ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദമില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കേരള അമീർ പറഞ്ഞത് ഞങ്ങളുടെ പണ്ടത്തെ നിലപാട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും എന്നാണ് പറഞ്ഞത്. എവിടേക്ക് മാറ്റണേ? ഈ നമ്മളെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പഴയ നിലപാട് തന്നെയാണ്, ഞങ്ങൾ മൗദൂദിയുടെ അതേ നയം തന്നെ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അതെല്ലാവരും പറയുന്നുണ്ടെന്ന്. വോട്ടുകൾ ഞാൻ പറഞ്ഞ ഒരു സംവിധാനവുമായിട്ട് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ആരുടെ വോട്ടും ഒക്കെ നമുക്ക് സമ്മതിക്കാം. ഒരു തീവ്രവാദ സംഘടനയുമായി സഖ്യം ഉണ്ടാക്കാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇവിടെ വ്യക്തിപരമായിട്ട് പ്രശ്നക്കാർ? ആരുമല്ല. ആ വ്യക്തിപരമായിട്ട് ആരുടെ വോട്ടും ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ പരസ്യമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളത് പരസ്യമായി പറയുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് അതിനെ തള്ളി പറയാൻ അതേപോലെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പറയട്ടെ, അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ വികസനം തന്നെയാണ് NDA മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളൊരൊറ്റ കാര്യം വെച്ചു, നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതി എന്താ? ഒരു നല്ല ആശുപത്രി നമ്മുടെ നിലമ്പൂരിൽ സ്ഥാപിക്കാൻ ഇക്കാലം അത്രയുമായിട്ട് ഇവരാരും പരിശ്രമിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടുത്തെ? നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ VV പ്രകാശിൻ്റെ ഒരു കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയതിൻ്റെ ഒരു കാരണം അതൊരു നല്ല ആശുപത്രി നാട്ടിലില്ലാത്തതുകൊണ്ടല്ലേ? നിലമ്പൂരിൻ്റെ അത് ചർച്ച ചെയ്യപ്പെടാത്ത എന്തുകൊണ്ടാണ് ഇവരത് ചർച്ചയ്ക്ക് വെക്കാത്തത്?
നമ്മുടെ ഈ റോഡ് CNG റോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2016 ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ് നമ്മുടെ ഈ റോഡ്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇത് മെട്രോ സിറ്റി ആണെന്ന് പറഞ്ഞു. മെട്രോ സിറ്റി ആയതുകൊണ്ടാണ് ഈ മണിക്കൂറുകൾ നമ്മൾ നിലനിൽക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു. ഈ റോഡിൻ്റെ അവസ്ഥ കേരളം ഇന്ത്യയുടെ ഭാഗമായിരിക്കെ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതാണെന്ന അഭിപ്രായമാണ് പലരും ഉയർത്തുന്നത്. ഒരു മണ്ഡലത്തിലെ വികസനം ഒരു പാർട്ടിയുടെ വിജയവുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ ആത്മാവിനും ഫെഡറൽ സംവിധാനത്തിനും വിരുദ്ധമാണോ എന്ന ചർച്ചയും ശക്തമാകുന്നു. ഈ സാഹചര്യത്തിൽ കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യം രാഷ്ട്രീയ വേദികളിൽ ശ്രദ്ധ നേടുകയാണ്. ഈ നാടിനെ മുഴുവൻ ഒന്ന് ശുദ്ധീകരിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന NDAക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, അത് ജാതിയും മതവും വർഗവും ഒന്നും പരിഗണിക്കേണ്ട ഒരു ശുദ്ധമായ രാഷ്ട്രീയത്തിന് വേണ്ടി NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ്. DCC പ്രസിഡന്റ് അദ്ദേഹത്തെ ഇങ്ങനെ അരക്കി നിർത്തിയത് ഇതേ സ്ഥാനാർത്ഥിയാണോ? അദ്ദേഹത്തെ സാധനത്തിലേക്ക് ഒഴിവാക്കിയത് അതൊക്കെ ആ കാര്യം ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം അതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പത്രക്കാർക്കും അറിയാം. കാരണങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് പറഞ്ഞത്. PV പ്രകാശേട്ടനെ ആദ്യമായിട്ട് എവിടേക്കാണ് ഈ മലപ്പുറം ചിഹ്നം തെങ്ങിൻ തോപ്പ് അടയാളത്തിലാണ് നമ്മളിപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെങ്ങിൻ തോപ്പാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അനുവദിച്ചിട്ടുള്ള ചിഹ്നം. അതുകൊണ്ട് തെങ്ങിൻ തോപ്പ് അടയാളത്തിൽ ആളുകൾ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ, പ്രത്യേകിച്ച് തോമസ് മാത്യുവിൻ്റെ പിന്തുണ തേടിയിരുന്നു. ഒരു തോമസ് മാത്യു മാത്രമൊന്നുമല്ല, കുറേ തോമസ് മാത്യുമാർ വേറെയുണ്ട്. അവരൊക്കെ പിന്തുണ നമുക്ക് കിട്ടും. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. അറ്റ്ലസ് ഫാഷൻ മിനർവ പടി നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ VK റോഡ് നിലമ്പൂർ.